दिल का अब संकल्प यही है, दिल का अब संकल्प यही है, बाबा तुम सा बनना ही है। साथ लिया है, हाथ लिया
शीतल सा जल दिया, तेरी नजर ने प्रभु जीवन बदल दिया। धरती बदल दिया तूने, गगन बदल दिया।
बसेरा से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर पालो अपना बसेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति ഓം ശാന്തി. അവ്യക്ത മുരളി മധുബൻ ബാബ്ദാദ. ഉച്ചരിച്ച തീയതി 14/1/1990. റിവിഷൻ ആയത് 20/2/2022. पुरुषार्थ की तीव्र गति में कमी के दो मुख्य कारण. പുരുഷാർത്ഥത്തിന്റെ തീവ്രഗതിയിൽ കുറവ് വരാനുള്ള മുഖ്യ 2 കാരണങ്ങൾ. തീവ്ര പുരുഷാർത്ഥം ചെയ്യണം എന്നാണല്ലോ ബാബ പറയുന്നത്. എന്തുകൊണ്ട് പുരുഷാർത്ഥം തീവ്രമാകുന്നില്ല? അതിനുള്ള മുഖ്യ 2 കാരണങ്ങളെ ബാബ പറയുന്നു. നോക്കാം എന്താണ് ബാബ നമുക്ക് പറയുന്നത്. ആജ് ബ്രാഹ്മണോं के अनादि रचना बाप दादा. ഇന്ന് ബ്രാഹ്മണരുടെ അനാദി രചനയായ ബാബ്ദാദ രചയിതാവായ ബാബ്ദാദ അനാദി ബ്രാഹ്മണരുടെ രചയിതാവായ ബാബ്ദാദ വിശേഷ് അപ്നി ഡയറക്ട് സമീപ് രചന പ്രത്യേകിച്ച് ഇന്ന് താൻ നേരിട്ട് രചിച്ച രചന ശ്രേഷ്ഠ രചന ബ്രാഹ്മൺ ബച്ചോ കോ ദേഖ് രഹേ ഹേ ബ്രാഹ്മണ മക്കളെ കാണുകയായിരുന്നു. ബാപ് ദാദാ കോ അതി പ്യാരി രചന ബ്രാഹ്മൺ ആത്മായേ ഹോ ജോ ബാപ് ദാദയുടെ വളരെ പ്രിയപ്പെട്ട രചന ബ്രാഹ്മണ ആത്മാക്കൾ जो समीप और समान बनने के लक्ष्य को സമീപവും സമാനവുമാകണം എന്ന ലക്ഷ്യത്തെ സദാ സ്മൃതി में रख आगे बढ़ रहे हैं. സദാ സ്മൃതിയിൽ വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? तो आज ऐसे आती रचना को विशेष रूप से देख रहे थे. ഇന്ന് ഇതുപോലെയുള്ള ആദി രചനയുടെ വിശേഷ രൂപത്തെ ബാബ കാണുകയായിരുന്നു. സർവ തീവ്ര പുരുഷാർത്ഥി और पुरुषार्थी
दोनों की तीव्र विधि को देख रहे हैं. എല്ലാ തീവ്ര പുരുഷാർത്ഥികളും പുരുഷാർത്ഥികളുടെയും ഗതി വിധികളെ കാണുകയായിരുന്നു. ആരൊക്കെയാണ്? തീവ്ര പുരുഷാർത്ഥി, പുരുഷാർത്ഥി. ഈ രണ്ടു പേരുടെയും ഗതിവിധികളെ കാണുകയായിരുന്നു. ബാപ് ദാദാ ദ്വാരാ മിലി ഹുയി ശ്രേഷ്ഠ സഹജ് വിധി ദ്വാരാ, ബാപ് ദാദയിലൂടെ ലഭിച്ച ശ്രേഷ്ഠ വിധിയിലൂടെ കബ് തീവ്ര ഗതി വ കബ് തീവ്ര, ചിലപ്പോൾ തീവ്രഗതി, ചിലപ്പോൾ തീവ്രം, കബി കം ഗതി, ചിലപ്പോൾ സ്പീഡ് കുറവ്, दोनों ही प्रकार के ब्राह्मण बच्चों को देखा. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ബ്രാഹ്മണ മക്കളെയാണ് കണ്ടത്. पढ़ाई, पालना और प्राप्ति. പഠിത്തം, പാലന, പ്രാപ്തി सबको एक जैसा एक द्वारा मिल रही है. എല്ലാവർക്കും ഒരേപോലെ ഒരു ഭാവയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. फिर गति में अंदर क्यों, എന്നിട്ടും സ്പീഡിൽ വ്യത്യാസം വരാൻ എന്താണ് കാരണം? തീവ്ര പുരുഷാർത്ഥി അർത്ഥാത് ഫസ്റ്റ് ഡിവിഷൻ വാലെ. തീവ്ര പുരുഷാർത്ഥി അർത്ഥം ഫസ്റ്റ് ഡിവിഷനിൽ ഉള്ളവർ. और पुरुषार्थी अर्थात सेकंड डिवीजन में पास होने वाले. പുരുഷാർത്ഥി അർത്ഥം സെക്കൻഡ് ഡിവിഷനിൽ പാസ് ആകുന്നവർ. മനസ്സിലായില്ലേ? തീവ്ര പുരുഷാർത്ഥി ഫസ്റ്റ് ഡിവിഷനിൽ വരും, പുരുഷാർത്ഥി സെക്കൻഡില്. ആജ് വിശേഷ് സബി കാ ചാർട്ട് ചെക്ക് കിയ. ഇന്ന് ബാബ എല്ലാവരുടെയും ചാർട്ട് വിശേഷിച്ച് പരിശോധിച്ചു. കാരണം ബഹുത് ഹെ ലേക്കിൻ വിശേഷ ദോ കാരണ ഹെ. കാരണങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ വിശേഷമായ 2 കാരണം ഉണ്ട്. ചാഹന സബ്കി ഫസ്റ്റ് ഡിവിഷൻ കി ഹെ. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? ഫസ്റ്റ് ഡിവിഷനിൽ വരണം എന്നാണ്. സെക്കൻഡ് ഡിവിഷൻ മേ ആന കോയി നഹി ചാഹത്ത. സെക്കൻഡ് ഡിവിഷനിൽ വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ലേക്കിൻ ലക്ഷൻ ഓർ ലക്ഷ്യ, ലക്ഷ്യ ഓർ ലക്ഷൻ, പക്ഷേ ലക്ഷ്യം ലക്ഷണം दोनों में अंदर पड़ जाता है. അതിൽ വ്യത്യാസം വരുന്നുണ്ട്. വിശേഷ ദോ കാരൺ ക്യാ ദേഖാ. വിശേഷമായിട്ട് കണ്ട 2 കാരണം എന്താണ്? ഏക് സങ്കല്പ ശക്തി जो सबसे श्रेष्ठ शक्ति है. ഒന്ന് സങ്കല്പ ശക്തി ഏറ്റവും ശ്രേഷ്ഠമായ ശക്തിയാണ്. उसको यथार्थ रीति स्वयं प्रति व सेवा प्रति. ആ സങ്കല്പ ശക്തിയെ യഥാർത്ഥ രീതിയിൽ സ്വയത്തിന് വേണ്ടിയും സേവനത്തിന് വേണ്ടിയും സമയ പ്രമാൺ കാര്യമേ ലഗാനേക്ക് യഥാർത്ഥ രീതി നഹി. സമയ അനുസരിച്ച് കാര്യത്തിൽ യഥാർത്ഥ രീതിയിൽ കൊണ്ടുവരാൻ അറിയുന്നില്ല. ദൂസറാ കാരണം, ഒന്ന് സങ്കല്പ ശക്തിയുടെ കാര്യം പറഞ്ഞു. രണ്ടാമത് വാണിക്ക് ശക്തിക്കോ യഥാർത്ഥ രീതി സമർത്ഥ രീതി സേ കാര്യമേ ലഗാനേക്ക് കമ്മി. രണ്ടാമത് വാക്ക്. ആ വാക്കിന്റെ ശക്തിയെയും യഥാർത്ഥ രീതിയിൽ കാര്യത്തിൽ കൊണ്ടുവരാനുള്ള പവർ ഇല്ല. ഇൻ ദോനോമേ കമി കാ കാരണ ഹേ. ഈ 2 സങ്കല്പം, വാക്ക്, ഇത് രണ്ടിലും കുറവുകൾ ഉണ്ട് തീവ്ര പുരുഷാർത്ഥിയാകാൻ. ബാബ പറയാണ് ഇവ രണ്ടും യൂസ് കെ ബജായെ ലൂസ്. യൂസ് ആകുന്നതിന് പകരം ലൂസ് ആകുകയാണ്. ശബ്ദമേ അന്തർ തോടാ ഹെ. യൂസ് ലൂസ് എന്ന വാക്കുകളിൽ വ്യത്യാസം കുറച്ചേ ഉള്ളൂ, അന്തരം കുറച്ചേ ഉള്ളൂ. ലേക്കിൻ പരിണാമേ ബഹുത് അന്തർ പടി ജാത്താ ഹെ. പരിണാമം വരുമ്പോൾ വളരെയധികം അന്തരം ഉണ്ട്. ബാപ് ദാദാനെ സിർഫ് 3-4 दिन की റിസൾട്ട് ദേക്കി. ബാപ് ദാദ കേവലം 3-4 ദിനത്തിന്റെ റിസൾട്ട് ആണ് കണ്ടത്. ടോട്ടൽ റിസൾട്ട് നെഹി ദേക്കി. ടോട്ടൽ റിസൾട്ട് ബാബ നോക്കിയില്ല. हर एक की 3-4 दिन की रिजल्ट में क्या देखा. ഓരോരുത്തരുടെയും 3-4 ദിവസത്തിന്റെ റിസൾട്ടേ നോക്കിയുള്ളൂ. അപ്പൊ എന്താ കണ്ടത് ബാബ? 50% അർത്ഥാത് ആദാ ആദാ 50%, പകുതി പകുതി. എന്താണ്? സങ്കൽപ് ഓർ ബോൽ ദോനോ ശക്തിയോ കെ ജമാ കാ ഖാത്ത. സങ്കൽപ്പം, വാക്ക്, ഈ 2 ശക്തികളുടെയും നിക്ഷേപിക്കപ്പെട്ട കണക്ക് 50% ആത്മാവും കാ 40% ഓർ വ്യർത്ഥ കാ. 50% ആത്മാക്കളുടെയും 40% വ്യർത്ഥം അഥവാ സാധാരണം.
60% देखा, 60% കണ്ടു. 50% आत्माओं का, 40% और व्यर्थ व साधारण का कहता 60%. 40% വ്യർത്ഥവും സാധാരണം 60%. പിന്നെ ഇവിടെ എവിടെ സമർത്ഥത വന്നേ? 50% ആത്മാക്കളുടെ ബാബ നോക്കിയുള്ളൂ കേട്ടോ. എന്നിട്ട് എന്താണ് അതില് 40% വ്യർത്ഥം, 60% സാധാരണം. तो सोचो जमा कितना हुआ. അപ്പൊ ഒന്ന് ചിന്തിക്കുക എത്ര നിക്ഷേപിച്ചു എന്ന്. ज्यादा वजन किसका हुआ? കൂടുതൽ ഭാരം എന്തിന്റെയാണ്? इसमें भी वाचा के कारण मनसा पर प्रभाव पड़ता है. വാച വാക്കുകൾ മനസ്സിലേക്ക് പ്രഭാവം ഇടുന്നുണ്ട്. മനസാ വാച को भी अपनी तरफ खींचती है. മനസ്സ് വാക്കിനെ തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. आज बाप दादा वाणी अर्थात बोल की तरफ विशेष अटेंशन दिला रहा है. ഇന്ന് ബാബ വാക്കുകളിൽ വിശേഷ ശ്രദ്ധ തരികയാണ്. क्योंकि बोल का संबंध अपने साथ भी है और सर्व के साथ भी है. കാരണം വാക്കുകളുടെ സംബന്ധം സ്വയത്തിനും ഉണ്ട് മറ്റുള്ളവരുമായിട്ടും ഉണ്ട്. और देखा क्या है? ബാബ കണ്ടതെന്താണ്? മനസാ ദ്വാര യാദ് മേ രഹനാ ഹേ. മനസ്സുകൊണ്ട് ഓർമ്മയിലിരിക്കണം. उसके लिए फिर भी बीच बीच में प्रोग्राम रखते हैं. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം വെക്കുന്നുണ്ട്. എന്താ? യോഗ ഭട്ടി അല്ലേ? മൗനം ഇരിക്കാൻ പറയുന്നുണ്ട്. മൗനവ്രതം ഒരു ദിവസം ആഴ്ചയിൽ, അല്ലെങ്കിൽ അമൃതവേള എഴുന്നേറ്റ് മുതൽ പകല് അമൃതവേള മുതൽ രാവിലെ 8 മണി വരെ മൗനം, അല്ലെങ്കിൽ 12 മണിക്കൂർ. ഇതിനൊക്കെ പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. ലേക്കിൻ ബോൽ കെ ലിയേ അൽബേലാപ്പൻ ജാദാ ഹേ. പക്ഷെ വാക്കുകൾ പറയുമ്പോൾ ഒരുപാട് പേര് അശ്രദ്ധരാണ്. വാക്കുകളിൽ അശ്രദ്ധ കൂടുതലാണ്. इसलिए बाप दादा उस पर विशेष अंडरलाइन करा रहा है. അതുകൊണ്ട് ബാബ് ദാദ ഈ കാര്യത്തിൽ പ്രത്യേകം അടിവരയിടുകയാണ്. 2 वर्ष पहले बाप दादा ने विशेष पुरुषार्थ में 2 വർഷം മുമ്പ് ബാബ് ദാദ വിശേഷമായിട്ട് പുരുഷാർത്ഥത്തിന് വേണ്ടി സേവാ മേ ആകെ ബഡ്നെ വാലെ മഹാരഥി ആത്മാവും കോ, സേവനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹാരഥി ആത്മാക്കൾക്ക്, और सभी को 3 बातें बोल के लिए कही थी. ഇങ്ങനെ എല്ലാവർക്കും വാക്കിന് വേണ്ടി 3 കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടോ? 3 കാര്യം വാക്കിന് വേണ്ടി പറഞ്ഞ 3 കാര്യം ഏതാണ് ബാബ മുരളി പറഞ്ഞിരിക്കുന്നത്? 3 കാര്യം. कम बोलो, धीरे बोलो और मधुर बोलो. മിതമായി, മൃദുവായി, മധുരമായി സംസാരിക്കൂ. ഇനി വ്യർത്ഥ ബോൽനെ കി നിശാനി വഹ ജാദാ ബോലേഗ. വ്യർത്ഥം സംസാരിക്കുന്നവർ കൂടുതൽ സംസാരിക്കും. മജ്ബൂരി സെ സമയ പ്രമാൺ സംഘടൻ പ്രമാൺ അപ്നേക്ക് കൺട്രോൾ കറേഗ. നിവൃത്തിയില്ലാതെ കൺട്രോൾ ചെയ്യും എല്ലാവരുടെ ഇടയിലും. അല്ലെങ്കിൽ എന്താകും, ചില സമയത്ത് കൺട്രോൾ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവര് കൺട്രോൾ ചെയ്യും. ലേക്കിൻ അന്തർ ഐസാ മെഹസൂസ് കറേഗ. പുറമേ കൺട്രോൾ ആണെങ്കിലും ഉള്ളിൽ എന്തായിരിക്കും അവർക്ക് അനുഭവം? ജैसे कोई ने शांति में चुप रहने के लिए बांधा है. ആരോ എന്റെ വാ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു അസ്വസ്ഥത അവരുടെ ഉള്ളിൽ ഉണ്ടാകും. ബോൽ വ്യർത്ഥ ബോൽ ബഡേത്തെ ബഡാ നുക്സാൻ ക്യാ കർത്താ ഹേ. വ്യർത്ഥ വാക്കുകൾ ഏറ്റവും വലിയ നഷ്ടം എന്താണ് ഉണ്ടാക്കുന്നത്? ഏക് തോ ശാരീരിക് എനർജി സമാപ്ത ഹോത്തി ഹേ. ഒന്ന്, ഒത്തിരി സംസാരിക്കുമ്പോൾ ശരീരത്തിന്റെ എനർജി ഇല്ലാതാകുന്നു, നഷ്ടപ്പെടുന്നു. ക്യൂങ്കി ഖർച്ചാ ഹോത്താ ഹേ, ചെലവല്ലേ. और दूसरा समय व्यर्थ जाता. രണ്ടാമതെന്താണ്? സമയം വ്യർത്ഥമായി പോകുന്നു. വ്യർത്ഥ ബോൽനെ വാലോം കി ആദത്ത് ക്യാ ഹോഗി. ഇനി വ്യർത്ഥം പറയുന്നവരുടെ അടയാളം പറഞ്ഞു ഒത്തിരി സംസാരിക്കുന്നു. ഇനി വ്യർത്ഥം പറയുന്നവരുടെ ശീലം എന്തായിരിക്കും? ചോട്ടി സി ബാത് കോ ബഹൂത് ലംബ ചൗടാ കറേഗ. ചെറിയൊരു വിഷയം നീട്ടി വലിച്ചു ആക്കും അവരതിനെ, വലിയതാക്കും അവര് ആ വിഷയത്തെ. और बात करने का तरीका खताम हुआ फीक होगा. പിന്നെ സംസാരിക്കുന്ന രീതിയോ കഥ പോലെ അങ്ങ് സംസാരിക്കുക അവര്. जैसे रामायण महाभारत की कथा इंटरेस्ट से सुनाते हैं ना. രാമായണ മഹാഭാരത കഥ താല്പര്യത്തോടെ അവർ കേൾപ്പിക്കുന്നവരുണ്ടല്ലോ.
खुद भी रुचि से बोलेगा, दूसरों को भी रुचि पैदा कर लेगा. സ്വയം വളരെ രുചിയോടുകൂടി അത് കേൾപ്പിക്കും. കേൾക്കുന്നവർക്കും അത് കേൾക്കണം കേൾക്കണം എന്ന താല്പര്യം ഉണ്ടാക്കും. ലേക്കിൻ റിസൾട്ട് ക്യാ ഹോത്താ ഹെ? പക്ഷെ ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണ്? രാമായണത്തിന്റെ മഹാഭാരതത്തിന്റെയൊക്കെ രാമായൺ മഹാഭാരത് की റിസൾട്ട് ക്യാ ഹെ? എന്താണ് റിസൾട്ട് രാമായണ മഹാഭാരതത്തിന്റെ? രാം വനവാസ് ഗയാ, കൗരവർ പാണ്ഡവോं की युद्ध हुई. നോക്കൂ, രാമൻ വനവാസത്തിൽ പോയി, പാണ്ഡവ കൗരന്മാരുടെ യുദ്ധം നടന്നു. കഹാനി ജैसे दिखाते हैं सार कुछ भी नहीं. കഥ കേൾക്കുമ്പോ ഒരുപാട് വലുതായിട്ട് നീട്ടി പറയും, പക്ഷെ സാരം എന്താണ് അതില്? ഒന്നുമില്ല. ലേക്കിൻ സാജ് ബഹൂത് രമണീക് ഹോത്താ ഹെ. സാരമൊന്നുമില്ല, പക്ഷെ പറയുന്ന താളം വളരെ രമണീകരമാണ്. ഇസ്കോ कहते हैं കഥ. സാരമൊന്നും ഇല്ലാതെ രമണീകരമായിട്ട് പറയുമ്പോൾ അതിന്റെ പേരാണ് കഥ എന്ന് പറയുന്നത്. व्यर्थ बोलने वाले माया के प्रभाव के कारण वह कमजोर आत्मा है. വ്യർത്ഥം പറയുന്നവര് മായയുടെ പ്രഭാവം കാരണം ബലഹീന ആത്മാവാണ് അവര്. उनको सुनने और सुनाने के साथ ही बहुत जल्दी बनते हैं. അവർക്ക് കൂട്ടുകാർ നിറയുണ്ടാകും. ഈ വ്യർത്ഥം പറയാനും വ്യർത്ഥം കേൾക്കുന്നവര് അവരുടെ കമ്പനിയിൽ ഉണ്ടാകും. മനസ്സിലായില്ലേ? ഇതൊക്കെ സ്വയം പരിശോധിക്കണേ. ബാബയുടെ മുരളി ആസ്വദിക്കുന്നതിന്റെ ഒപ്പം അതിന്റെ ഗൗരവത്തിന്റെ കാര്യം മനസ്സിലാക്കണം. വ്യർത്ഥം സംസാരിക്കുന്നവർക്ക് നിറയെ ആൾക്കാരുണ്ടാകും. പറയാനും അവരോട് വ്യർത്ഥം കേൾപ്പിക്കാനും ഉണ്ടാകും. ഇവര് പറയുന്ന വ്യർത്ഥം കേൾക്കാനും ആളുണ്ടാകും. ऐसी ആത്മാ ഏകാന്ത പ്രിയ ഹോ നഹി സക്തി. ഇങ്ങനെ ഈ വ്യർത്ഥം പറയുന്ന ആത്മാവ്, വ്യർത്ഥം കേൾക്കുന്ന ആത്മാവിന് ഒരിക്കലും ഏകാന്ത പ്രിയരായിട്ടിരിക്കാൻ പറ്റില്ല. इसलिए वह साथी बनाने में बहुत होशियार होगा. അതുകൊണ്ട് അവര് വളരെ മിടുക്കരായിരിക്കും. അവർക്ക് ഒരുപാട് പേരെ അവർ ഫ്രണ്ട്സ് ആക്കി വെക്കും. അവരുടെ ഗ്രൂപ്പിൽ അതുപോലത്തെ ആൾക്കാരായിരിക്കും. ആ ഗ്രൂപ്പിലെ ആൾക്കാരെ കണ്ടറിയ ഇയാൾ എങ്ങനെയാണ് എന്ന്. बाहर से कभी कभी ऐसे दिखाई देता इनका संगठन പവർഫുൾ है. നമുക്ക് തോന്നും, ആ കൊള്ളാലോ, ഇവരിൽ ഒരുപാട് പേരുണ്ടല്ലോ ഇതിനകത്ത് ഇവർക്ക് എന്ന് തോന്നും. और ज्यादा लगता है, എണ്ണത്തിലും കൂടുതലാണ്, അതുകൊണ്ട് ഇവര് പവർഫുൾ ആണ് എന്ന് തോന്നും. അല്ലാതെ സത്യമല്ല അത്. लेकिन एक बात सदा के लिए याद रखो. പക്ഷെ ഒരു കാര്യം സദാ ഓർമ്മിച്ചോണം. माया के जाने का अंतिम चरण है. മായ പോകുന്ന അന്തിമ ചുവടാണ്, മടങ്ങാണ് മായ. അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്. इसीलिए विदाई लेते लेते भी अपना तीर लगाती रहती है. എന്ത് ചെയ്യും? വിട പറയുമ്പോ ഒന്നും കൂടി അതിന്റെ പ്രഭാവം ഇടാൻ നോക്കും. इसीलिए कभी कभी कहां कहां माया का प्रभाव अपना काम कर लेता है. അതുകൊണ്ട് മായ വല്ലപ്പോഴുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തന്റെ പ്രഭാവം ഇട്ട് അത് പ്രവർത്തിപ്പിക്കും. അതിനെ വർക്ക് ചെയ്യും അത് മായ. വഹ ആറാം സെ ജാനെ വാല നഹി ഹേ. മായ ഒന്നും സ്വസ്ഥമായിട്ട് പോകില്ല. ശല്യപ്പെടുത്താതെ ഒന്നും മായ ഞാൻ അങ്ങ് പോവട്ടോ, ശരി ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് അങ്ങനെ എളുപ്പത്തിൽ പോകുന്നൊന്നും അല്ല മായ. ലാസ്റ്റ് ഗഡി തക്ക് ഡയറക്റ്റ് നഹി ഹേ തോ ഇൻഡയറക്റ്റ്. ലാസ്റ്റ് നിമിഷം വരെ മായ പോണ ലാസ്റ്റ് നിമിഷം വരെ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്, നേരിട്ട് അല്ലാതെ. കടുവാ രൂപ് നഹി തോ ബഹുത് മീഠാ രൂപ്. കൈപ്പുള്ള രൂപത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ മധുരമായ രൂപത്തിൽ. और नया नया रूप धारण कर പുതിയ പുതിയ രൂപമായിരിക്കും ധരിക്കുക. ബ്രാഹ്മണോ കോ ട്രയൽ കർത്തി രഹതി. എന്നിട്ട് ബ്രാഹ്മണരെ എന്ത് ചെയ്യും? ട്രയൽ ചെയ്യും. എന്റെ ആവാൻ ചാൻസ് ഉണ്ടോ, എന്റെ ആവുമോ എന്ന് എന്ത് ചെയ്യത്? ട്രയൽ എടുക്കും. ഫിർ ബോലെ ബാലെ ബ്രാഹ്മൺ ക്യാ കർത്തെ ഹേ. ഈ നിഷ്കളങ്കരായ ബ്രാഹ്മണർ എന്താ പറയുക പിന്നെ? ഏതോ ബാബ് ദാദാനെ സുനായാ ഹി നഹി താ. ബാബ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഈ സ്വരൂപമേ ബി മായ ആത്തി. ഈ രൂപത്തില് മായ വരും എന്ന് ബാബ പറഞ്ഞില്ല. അൽബലേപ്പൻ കെ കാരണം അപ്നെ കോ ചെക്ക് ബി നഹി കർത്തെ. അശ്രദ്ധ അല്ലെങ്കിൽ അലസത, ഇത് കാരണം സ്വയത്തെ സ്വയം പരിശോധിക്കുന്നില്ല. और सोचते कि बाप दादा कहते हैं कि माया आएगी. ബാബ പറഞ്ഞിട്ടുണ്ട് മായ വരും എന്ന്. മായ വരുന്നേ പറഞ്ഞിട്ടുള്ളൂ. മായ വരും വെച്ചാൽ വരുമല്ലോ. ഇപ്പോഴും ഉണ്ട് മായ കൂടെ. നമ്മൾ അതിനെ വകവെക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഉണ്ട് ഒരുപാട് മായ, ചുറ്റും ഉണ്ട് മായ, എല്ലായിടത്തും ഉണ്ട് മായ. നമ്മൾ അതിനെ വകവെക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യത്തെ പിടിച്ച് നമ്മൾ കേറുകയാണ്. आधाक्षर याद रखते हैं माया आएगी लेकिन माया जीत बनना है भूल जाते हैं. മായ വരുന്ന് പറഞ്ഞത് മാത്രം ഓർമ്മയുണ്ട്, മായ ജയിക്കണം എന്നത് മറന്നുപോയി.
മനസ്സിലായാലും ഇതൊക്കെ ഈ കേൾവി, മറ്റുള്ളവരുടെ കാര്യം ഇതൊക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. 5 പേര് ഒരു മല കയറാൻ പോയി. ഓരോരുത്തരെ ലക്ഷ്യം വെച്ച് ഇന്നടുത്ത് പോണം എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. ഒറ്റൊരാൾ മാത്രം പറഞ്ഞടുത്ത് എത്തി. എന്നിട്ട് അയാൾ തിരിച്ചു വരികയും ചെയ്തു. എങ്ങനെ എത്തി അയാള് ചോദിച്ചപ്പോ പറഞ്ഞ എന്താ, അയാൾ പൊട്ടനായിരുന്നു, ചെവി കേൾക്കത്തില്ല. ഒരാൾ ഇറങ്ങിയപ്പോ അയാൾ മറ്റാളെയും കൂടി ഒന്ന് എന്ത് ചെയ്തു, ഇറക്കാൻ നോക്കി. രണ്ടാമത്തെ ആൾ ഇറങ്ങിയപ്പം ബാക്കി 3 പേരെ ഇറക്കാൻ നോക്കി. മൂന്നാമത്തെ ആൾ ഇറങ്ങിയപ്പം ബാക്കിയുള്ള 2 പേരെ ഇറക്കാൻ നോക്കി. 4-മത്തെ ആൾ ഇറങ്ങിയപ്പോ 5-മത്തെ ആളെ ഇറക്കാൻ നോക്കി. പക്ഷെ അയാൾക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ലക്ഷ്യത്തിൽ എത്തണമെന്നാണ്. ഈ ചെവിയില്ലേ, ഈ വ്യർത്ഥം കേട്ടിട്ട് വെറുതെ ഇരിക്കുകയോ അത് എവിടെയെങ്കിലും കൊണ്ടിടണം. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ എളുപ്പത്തിൽ മെസ്സേജ് എത്തിക്കാനുള്ള മൊബൈൽ ഉണ്ടല്ലോ, അതിലങ്ങ് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. എഴുതാനും കൂടി സമയം എടുക്കുന്നു പറയാം. വോയിസ് മെസ്സേജ് ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് ന്യൂസൊക്കെ പൊക്കോളും. സൂക്ഷിക്കണേ. നമ്മുടെ വ്യർത്ഥം എത്ര പേരുടെ സ്ഥിതിയെ ഡൗൺ ആക്കുന്നുണ്ട്. നമ്മുടെ വ്യർത്ഥം എത്ര പേരെ ബാബയിൽ നിന്നും അകത്തുന്നുണ്ട്. നമ്മുടെ വ്യർത്ഥം എത്ര പേരെയാണ് ശപിക്കപ്പെടാൻ ആളായി മാറുന്നത്. നമ്മുടെ വ്യർത്ഥം എത്ര പേരിൽ നിന്നും നമുക്ക് നെഗറ്റിവിറ്റി വരുന്നുണ്ട്. സൂക്ഷിക്കുക നമ്മള്. ശരി, പകുതി കാര്യം ഓർമ്മ വരുന്ന മായ വരും. പക്ഷെ മായ ജയിക്കണമെന്നത് മറന്നു പോകുന്നു. ഓർമ്മ വ്യർത്ഥവ സാധാരണ പോൽക്കെ ഭിന്ന ഭിന്ന രൂപ് ദേക്കെ. ബാബ വ്യർത്ഥത്തിന്റെയും സാധാരണത്തിന്റെയും വാക്കുകളുടെ ഭിന്ന ഭിന്ന രൂപം കണ്ടു. ഏക് സീമ സെ ബാഹർ അർത്ഥാത് ലിമിറ്റ് സെ പരെ, ഒന്ന് പരിമിതി കടന്നുള്ള ഹൻസി മജാക് കളി ചിരി, പരിധി കടന്നുള്ള കളി ചിരി. ദൂസറ ടോണ്ടിങ് കുത്തുവാക്ക്. പിന്നെ തീസറ ഇധർ കെ ഉദർ കെ സമാചാർ ഇക്കട്ടാക്കർ സുനാന. മൂന്നാമത് ഇവിടുത്തെയും അവിടുത്തെ എല്ലാ വാർത്തകൾ കേൾക്കുക, എന്നിട്ട് അത് കേൾപ്പിക്കുക. ഇപ്പൊ മൊബൈലുള്ള കാരണം എല്ലായിടത്തെയും കേൾക്കാലോ അല്ലേ. അവനവന്റെ നാട്ടിലെ കാര്യമൊന്നും അറിയണ്ട, ബാക്കി എല്ലായിടത്തെയും കാര്യം ഫസ്റ്റ് അവർക്കാ കിട്ടുക. അത് ആർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യരുത് നമ്മള്. ബ്രാഹ്മണ പരിവാരത്തില് പുറത്തറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അറിയിക്കരുത്. പുറത്തറിയിക്കേണ്ട കാര്യങ്ങളെ എപ്പോ വേണേലും ആർക്ക് വേണേലും എവിടെ വേണേലും അറിയിക്കാം. അല്ലാത്തത് എന്തിനു നമ്മൾ ഷെയർ ചെയ്യണം, എന്തിനു നമ്മൾ അത് പങ്കുവെക്കണം, എന്തിനാ? ബാബ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇവിടെ നടക്കും. വിഡ്ഢികൾ ഇവിടെ തന്നെയാ ഉള്ളത്. എന്തോ നടന്നാലും സാക്ഷിയായി കാണാൻ ഞാൻ ബാബയുടെ അല്ല. ആ കുട്ടി ലാസ്റ്റ് വരെ ഞാൻ ബാബയുടെ ആയി തന്നെ ഇരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വേണ്ടാത്ത, നമുക്ക് എന്തിനു വേണ്ടാത്ത കാര്യം എന്തിനു ഷെയർ ചെയ്യണം നമ്മള്? ശരി, എന്തൊക്കെയാ ബാബ കണ്ടത്? പരിമിതി കടന്നുള്ള കളിയും ചിരിയും തമാശകളും കുത്തുവാക്കുകള്, ഇവിടുത്തെയും അവിടുത്തെയും കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കേൾപ്പിക്കുക. ഓർ സുനാന 14. നാലാമത് എന്താണ്? കുച്ച് സേവാ സമാജ് ഓർ സേവാ സമാചാർ കെ സാത്ത് സേവാ സാത്തിയോं की कमजोरी का चिंतन. സേവനത്തിന്റെ വാർത്തകൾ പറയും, ഒപ്പം അതിന്റെ കുറവുകളും സേവാധാരികളുടെ കുറ്റങ്ങളും കുറവുകളും. മിക്സ് ചട്ടനി അത് മിക്സ് ചട്ടനിയാ. 5वां आ युक्ति युक्त बोल जो ब्राह्मणों की डिक्शनरी में है ही नहीं. യുക്തിപൂർവം അല്ലാത്ത വാക്കുകൾ ബ്രാഹ്മണരുടെ ഡിക്ഷണറിയിൽ ഇല്ലേയില്ല. വാക്കുകള് 5 രൂപരേഖയെ ദേക്കി. 5 രൂപരേഖകൾ ബാബ കണ്ടു. 5 മനസ്സിലായ ഏതൊക്കെയാന്ന്? എന്തൊക്കെയാ ബാബ 5 കാര്യം പറഞ്ഞത് വാക്കില്? 1 ബാബ പറഞ്ഞത് പരിമിതി കടന്നുള്ള കളി ചിരി തമാശ. 2 കുത്തുവാക്ക് പറയുന്നത്. 3 ഇവിടുത്തെയും അവിടുത്തെയും വാർത്തകൾ ഒരുമിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത്. 4 സേവാ സമാചാരത്തിന്റെ ഒപ്പം സേവാധാരികളെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും. മിക്സ് ചട്ടണി. 5 യുക്തി അല്ലാത്ത വാക്കുകൾ, ബ്രാഹ്മണ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ. 5 രൂപരേഖയെ ദേക്കി. 5 ബാബ കണ്ടു. ഇൻ 5 को ही बाप दादा व्यर्थ बोल में गिनती करी. 5 വ്യർത്ഥ വാക്കുകളിൽ പെടുന്നതാണ്. ऐसे नहीं समझो हंसी मजाक अच्छी चीजें. ഞാൻ കളിയും ചിരിയൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിക്കല്ലേ. हंसी मजाक अच्छा वह है जिसमें रूहानियत हो. കളി ചിരി നല്ലതാ, പക്ഷെ അതിൽ ആത്മീയത ഉണ്ടാകണം. और जिसे हंसी मजाक करते हो उस आत्मा का फायदा हुआ. നിങ്ങൾ കളിയും ചിരിയും ഒക്കെ ഉണ്ട്, പക്ഷെ ആരൊക്കെ അതിലുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ?
ടൈം പാസ് ഹുവാ യാ ടൈം വേസ്റ്റ്? ടൈം പാസ് ആണോ നിങ്ങൾ ചെയ്തത്, അതോ ടൈം വേസ്റ്റ് ആണോ ചെയ്തത്? രമണീകത കാ ഗുണ അച്ഛാ മാനാ ജാത്താ ഹെ, ലേക്കിൻ രമണീകത നല്ല ഗുണമാണ്. പക്ഷേ വ്യക്തി, സമയ, സംഘടൻ, സ്ഥാൻ, വായുമണ്ഡൽ കെ പ്രമാൺ, ആ വ്യക്തിയെ നോക്കണം, വ്യക്തിയുടെ മനസ്സ്, പിന്നെ സമയം, സംഘട, ഏതൊക്കെ ആരൊക്കെ ഉണ്ട് അവിടെ, സ്ഥാനം, വായുമണ്ഡലം അനുസരിച്ച് രമണീകത അച്ചി ലക്തി, ഇതൊക്കെ നോക്കിയാലേ രമണീകത നല്ലതെന്ന് പറയും. ഇതൊക്കെ വളരെ വിശദമായ കാര്യങ്ങളാണ്, സ്വയം ചിന്തിക്കുക. അഗർ ഇൻ സബ് ബാത്തും ഏക് ബാത് ബി ടീക് നഹി ഹേ, ഇതെല്ലാം ഉണ്ടായിട്ട് രമണീകത, ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയല്ല എങ്കിൽ രമണീകത ബി വ്യർത്ഥ കി ലൈൻ മേ ഗിനി ജായേഗി, രമണീകതയും വ്യർത്ഥത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. और സർട്ടിഫിക്കറ്റ് ക്യാ മിലേഗ, എന്നിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും? ഹസാത്തെ ബഹൂത്ത് അച്ഛ ഹെ ലേക്കിൻ ബോൾത്തെ ബഹൂത്ത്, ഇവർ ചിരിപ്പിക്കുന്നുണ്ട്, കാര്യം കൊള്ളാം, പക്ഷെ ഒത്തിരി സംസാരിക്കുകയാണെന്നും പറയും. तो मिक्स चटनी हो गई ना, അപ്പൊ മിക്സ് ചട്ടണി ആയില്ലേ? तो समय की सीमा रखो, അതുകൊണ്ട് സമയത്തിനും ഒരു പരിമിതി വെക്കണം. इसको कहा जाता है മര്യാദാ പുരുഷോത്തം, ഇവരെയാണ് മര്യാദാ പുരുഷോത്തമർ എന്ന് പറയുക. कहते हैं मेरा स्वभाव ही ऐसा है, ചിലർ പറയും എന്റെ സ്വഭാവം അങ്ങനെയാണ്. അവരെന്നെ അവരൊരു സ്വഭാവം തീരുമാനിക്കുക, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. നോ, നിങ്ങൾ പരിമിതിയിട്ടാൽ നിങ്ങൾ പരിമിതിയിൽ അങ്ങ് പെട്ടുപോകും. മാക്സിമം. ഓക്കെ, കോൺസാ സ്വഭാവ ഹേ, ഇത് ഏത് സ്വഭാവമാ? എന്റെ സ്വഭാവം ഇങ്ങനെ, ഏത് സ്വഭാവമാ? ബാപ് ദാദാ വാല സ്വഭാവ ഹേ, ഇത് ബാപ് ദാദയുടെ സ്വഭാവമാണോ? तो इसको भी മര്യാദാ പുരുഷോത്തം नहीं कहेंगे, സാധാരണ പുരുഷ, ഇങ്ങനെ പറയുന്നവരും മര്യാദാ പുരുഷോത്തമരല്ല. അവര് പിന്നെ ആരാ? സാധാരണ പുരുഷനാണ്. ഭോൽ സദേവ ऐसा हो जो सुनने वाले छात्रक हो, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നവർ വേഴാമ്പലിനെ പോലെ. രണ്ട് വാക്ക് ഇവരുടെ വായിന്ന് വരുവോ? ഞാൻ കേൾക്കാം, വേഴാമ്പലിനെ പോലെ. കുച്ച് ബോലെയോ ഹറാം സുനോ, ഇവരെന്തേലും പറയട്ടെ, എനിക്ക് കേൾക്കാൻ. इसको कहा जाता है अनमोल महावाक्य, ഇതിനെയാണ് അൻമോൽ മഹാവാക്യം, വില പിടിച്ച മഹാവാക്യ, അമൂല്യ മഹാവാക്യം. മഹാവാക്യ ജാദാ നഹി ഹോത്തെ, മഹാവാക്യം കൂടുതലുണ്ടാകില്ല. ജബ് ചാഹേ തബ് ബോൽത്താ രഹേ, ഇസ്കോ മഹാവാക്യ നഹി കഹേംഗേ. വേണ്ടുന്ന സമയത്തും വേണ്ടാത്ത സമയത്തും സംസാരിക്കുക, ഇതിനെ എങ്ങനെ മഹാവാക്യം എന്ന് പറയും? തോന്നുമ്പോ തോന്നുന്നത് പറയുവര്, ഇതെങ്ങനെ മഹാവാക്യാകും? तो സത്ഗുരു കെ ബച്ചെ മാസ്റ്റർ സത്ഗുരു കെ മഹാവാക്യ ഹോത്താ ഹെ വാക്യ നഹി, സത്ഗുരുവിന്റെ മക്കൾ, സത്ഗുരുവിന്റെ വാക്ക് മഹാവാക്യമാ. അതേപോലെ സത്ഗുരുവിന്റെ മക്കളുടെ വാക്ക് മഹാവാക്യമായിരിക്കണം, വാക്യമല്ല. വ്യർത്ഥ ബോൽനെ വാല അപ്നി ബുദ്ധി മേ വ്യർത്ഥ ബാത്തെ, വ്യർത്ഥം സംസാരിക്കുന്നവരുടെ ബുദ്ധിയിൽ വ്യർത്ഥ കാര്യങ്ങളാ. സമർത്ഥ സമാചാർ ചാറോ ഓർക്ക കൂടാ കിച്ചട ജറൂർ വ്യർത്ഥ സമാചാർ, വ്യർത്ഥം സംസാരിക്കുന്നവരുടെ ബുദ്ധിയിലെ വ്യർത്ഥ കാര്യങ്ങള്, വ്യർത്ഥ വാർത്തകള്, നാനാ ഭാഗത്തുള്ള ചപ്പു ചവറൊക്കെ ആദ്യം ഇവരെടുത്താ എത്തുക. ക്യൂങ്കി മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരുണ്ടല്ലോ, വേസ്റ്റ് ആണ് അവർ തലയെ കയറ്റി വെക്കുക. ക്യൂങ്കി ഉൻകോ കഥാ കാ രമണീക് രൂപ ദേനാ പടേക, ഇതൊക്കെ തലയെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും അവര്? അറിയോ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, എനിക്ക് പണ്ടേ അങ്ങനെ, ഇങ്ങനെ കഥയുടെ രൂപത്തിൽ അവർക്ക് പറയണ്ടേ. അപ്പൊ ഒരുപാട് വിഷയം വേണ്ടേ അവരുടെ കയ്യില്. ജैसे ശാസ്ത്രവാദിयों की बुद्धि है ना, ശാസ്ത്രവാദികളുടെ ബുദ്ധി ഇല്ലേ? इसीलिए जिस समय और जिस स्थान पर जो बोल आवश्यक है, ഏത് സമയത്ത് ഏത് വാക്ക് ആവശ്യമുണ്ടോ, യുക്തി യുക്ത് ഹേ, യുക്തി യുക്തമാണോ, സ്വയം കെ और दूसरे के आत्माओं के लाभदायक है, ആ വാക്ക് എനിക്കും ലാഭകരമായിരിക്കണം. ആരോട് ഞാൻ പറയുന്നോ, ആരെല്ലാം ഇത് കേൾക്കുന്നോ, അതും ലാഭകരമായിരിക്കണം. വഹി ബോൽ ബോലോ, ആ വാക്ക് വേണം പറയാൻ. ബോൽ കെ ഊപ്പർ അറ്റൻഷൻ കം ഹേ, വാക്കുകളിൽ ശ്രദ്ധ കുറവാണ്. ഇസിലിയെ ഇസ് പർ ഡബിൾ അണ്ടർലൈൻ, അതിനാൽ ഈ വിഷയത്തിൽ ഡബിൾ അണ്ടർലൈൻ ഇടുക. വിശേഷ് ഇസ് വർഷ ബോൽ കെ ഊപ്പർ അറ്റൻഷൻ റക്കോ, വിശേഷമായി ഈ വർഷം സംസാരത്തിൽ വിശേഷ ശ്രദ്ധ വെക്കൂ. चेक करो बोल द्वारा एनर्जी और समय कितना जमा किया.
പരിശോധിക്കൂ, വാക്കിലൂടെ എനർജിയും സമയവും എത്ര ഞാൻ ലാഭിച്ചു. और कितना व्यर्थ गया, എത്ര വ്യർത്ഥം പോയി. जब इसको चेक करेंगे तो स्वतः ही ഇത് പരിശോധിക്കുമ്പോൾ സ്വതവേ അന്തർമുഖത के रस को अनुभव कर सकेंगे. അന്തർമുഖതയുടെ രസം അനുഭവം ചെയ്യാൻ സാധിക്കും. അന്തർമുഖത का रस और बोलचाल का रस, അന്തർമുഖതയുടെ രസം, സംസാരിച്ച് ശീലമുള്ളതിന്റെ രസം. इसमें रात दिन का अंतर है, ഇതിൽ രാ പകൽ അന്തരം ഉണ്ട്. अंतर्मुखी सदा ब्रिकटी की कुटिया में तपस्वी मूर्ति का अनुभव करता है. അന്തർമുഖതയിലിരിക്കുന്നവർ ബ്രിഗഡിയാകുന്ന കുടിലിൽ തപസ് ചെയ്യുന്ന അനുഭവം ചെയ്യും. ഓക്കെ, മനസ്സിലായോ? സംജാന സമജ്ന അർത്ഥാത് ബന്ന, മനസ്സിലാക്കുക, അർത്ഥം ആയിത്തീരുക. जब कोई बात समझ में आ जाती है तो वह करेगा जरूर, समझेगा जरूर. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലായാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും. മനസ്സിൽ ആയോ, മനസ്സിലായ പിന്നെ ചെയ്യുമല്ലോ. മനസ്സിലാക്കൂ അവര്. ടീച്ചേഴ്സ് तो है ही समझदार, ടീച്ചർമാര് നിങ്ങളെല്ലാം വിവേകശാലികളാണ്. तब तो भाग्य मिला है ना, അതുകൊണ്ടല്ലേ ഈ ഭാഗ്യം കിട്ടിയത്. നിമിത്ത ബന്നേക ഭാഗ്യ, इसका महत्व, ബാബയുടെ സേവനത്തിന് നിമിത്തമാകുക, ഇതൊരു ഭാഗ്യമാണ്. इसका महत्व अभी कभी कभी സാധാരണ लगता है, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണമായിട്ട് തോന്നാമായിരിക്കാം. लेकिन यह भाग्य समय पर अति श्रेष्ठ अनुभव करेंगे. പക്ഷേ സമയം വരുമ്പോൾ ഇത് എത്ര ശ്രേഷ്ഠമായ ഭാഗ്യമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവമാകും. किसने निमित्त बनाया, ആരാ നിമിത്തമാക്കിയേ? किसने मुझे आत्मा को इस योग्य चुना, ആരാണ് ആത്മാവായ എന്നെ ഈ കാര്യത്തിന് യോഗ്യനെന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുത്തത്? സ്മൃതി ഹി സ്വതഃ ശ്രേഷ്ഠ ബനാ ദേത്തി ഹെ, ഈ സ്മൃതിയാണ് സ്വതവേ ശ്രേഷ്ഠമാക്കുക. ബനാനെ വാല കോൺ, എന്നെ ഇങ്ങനെ ആക്കിയത് ആരാണ്? അഗർ സ്മൃതി മേ രഹോ തോ, ഈ സ്മൃതിയിൽ ഇരിക്കുകയാണെങ്കിൽ ബഹൂത് സഹജ് നിരന്തർ യോഗി ബൻ ജായേഗ, വളരെ സഹജമായി തന്നെ നിരന്തര യോഗി ആകാം. സദാ ദിൽ മേ ബനാനെ വാല ബാത് കെ ഗുണോ കെ ഗീത് ഗാത്തെ രഹോ, സദാ എന്നെ ഇങ്ങനെ ആക്കിയ ബാബയുടെ ഗുണങ്ങളുടെ ഗീതം ആലപിച്ചുകൊണ്ടിരിക്കൂ. തോ നിരന്തർ യോഗി ഹോ ജായേഗ, അപ്പോൾ നിരന്തര യോഗി ആകാം. യഹ കം ബാത് നഹി ഹേ, ഇതൊന്നും ഒട്ടും കുറഞ്ഞ കാര്യമല്ല. നിമിത്തമാകനം, സെന്ററിൽ താമസിക്കാനും ബാബയുടെ മുരളി വായിക്കാനും ഒക്കെ കിട്ടുന്ന അവസരം സാധാരണം അല്ല. സാരെ വിശ്വ കി കോട്ടോ കി കോയി കരോടോ ആത്മാവോ സെ കിത്തനി നിമിത്ത ടീച്ചേഴ്സ് ബനി ഹോ, മുഴുവൻ വിശ്വത്തിന് കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. പക്ഷേ നിമിത്തമായ സഹോദരിമാർ, ടീച്ചേഴ്സ് എത്ര പേരായിരിക്കുന്നത്? ബ്രാഹ്മൺ പരിവാർ മേ ബി ടീച്ചേഴ്സ് കിത്തനി ഹേ, ബ്രാഹ്മണ പരിവാരത്തിലും ടീച്ചർമാർ എത്രയുണ്ട്? തോ കോയി മേ കോയി തോ ഹോ ഗൈന, അപ്പം ബാബയെ സെന്ററിൽ നിമിത്തമായി വെച്ചിരിക്കുന്നവര് കോടിയിൽ ഒരു ചിലരാണ്. അത്ര വിശേഷാത്മാവാണ് സെന്ററിൽ. നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് നിൽക്കാൻ പറയും സെന്ററിൽ, കളർ ഡ്രസ് ഇട്ടിട്ട് നിൽക്കാൻ പറ, നിൽക്കുവോ? നിക്കത്തില്ല. നിന്നാ വളരെ ഭാഗ്യം. നിക്കത്തില്ലെന്ന് സിസ്റ്റർ പറയരുത്, തെറ്റാണ്, സോറി. പക്ഷെ നിർത്തി നോക്കൂ, നിൽക്കുവോന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കേ. എന്നിട്ടല്ലേ വെള്ള ഡ്രസ് ഇടുന്നത്. കൊണ്ട് വന്ന് നിൽക്കാൻ പറയൂ. ഓരോ മക്കളെ, അവരവരുടെ മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ വന്ന് നിർത്താൻ പറയും. അയ്യോ, അത് ചോദിക്കണ്ടേ, അവരുടെ അച്ഛനോട് അമ്മയോട് ചോദിക്കണ്ടേ? അപ്പൊ നോക്കൂ, ഓരോ മക്കളിവിടെ വന്നിരിക്കുന്നു പറഞ്ഞാൽ നമ്മള് അവരെ എന്ത് ബഹുമാനം, എന്ത് വിലയും നിലയുള്ളവരെ. കഴിഞ്ഞ ഞായറാഴ്ച ബാബ സിസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞില്ല. ആരാ വെച്ച സിസ്റ്റർമാരെ ഈ സെന്ററിൽ? ആരാ വെച്ച? ഒരു സിസ്റ്റർമാരും അവരുടെ താല്പര്യം അനുസരിച്ചല്ല ഒരു സെന്ററിൽ നിൽക്കുന്ന ബാബ പറഞ്ഞിട്ടാ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഇഷ്ടത്തിന് ഒരു സെന്ററിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ബാബ പറയുന്നു. ഇന്നലത്തെ മുരളിയിലും ബാബ പറഞ്ഞില്ലേ, ജോ ഖിലായെങ്കെ ബാബ, നീ എന്ത് കഴിപ്പിക്കുന്നോ, ജഹാ ബിഠായെങ്കെ ബാബ, നീ എവിടെ ഇരുത്തുന്നോ, ഐ ആം ഓക്കെ, ഐ ആം റെഡി. ബാബ പറയുന്നത് ബ്രാഹ്മണ പരിവാരത്തിലും ടീച്ചേഴ്സ് എത്രയാണ്? കോടിയിലൊരാളല്ലേ ഉള്ളൂ.
टीचर अर्थात सदा भगवान और भाग्य के गीत गाती रहे. ടീച്ചർ അർത്ഥം ഭഗവാന്റെയും ഭാഗ്യത്തിന്റെയും ഗീതം ആലപിച്ചുകൊണ്ടിരിക്കുക. ബാപ് ദാദാ കോ ടീച്ചേഴ്സ് पर നാജ് होता है. ബാപ് ദാദയ്ക്ക് ടീച്ചേഴ്സിനോട് വളരെ വളരെ ബഹുമാനമാണ്. लेकिन राजयुक्त टीचर्स पर नाज होता है. പക്ഷേ രഹസ്യയുക്ത ചില യുക്തിയുക്തമായിട്ടുള്ള ടീച്ചേഴ്സിനോടാണ് ബാബയ്ക്ക് വളരെ വളരെ അഭിമാനം തോന്നുന്നത്. അച്ഛാ പ്രവൃത്തി വാലെ ഭി മജേ മേ രഹത്തെ ഹൈ നാ. ഗൃഹസ്ഥികളും ആനന്ദത്തിലല്ലേ. മൂഞ്ചനെ വാലെ ഹോ യാ മജേ മേ രഹനെ വാലെ ഹോ. ആശയക്കുഴപ്പത്തിൽ വരുന്നവരാണോ ആനന്ദത്തിലിരിക്കുന്നവരാണോ? ബ്രാഹ്മൺ ജീവൻ മേ ഹർ സെക്കൻഡ്. ബ്രാഹ്മണ ജീവിതത്തിൽ ഓരോ സെക്കൻഡും തന മന ധന ജനകാ മജാ ഹി മജാ ഹേ. ശരീര മനസ്സ് ധനം ജനങ്ങൾ ഇതിലൂടെ ആനന്ദമേ ആനന്ദമാണ് നമുക്ക്. ആറാം സെ സോത്തെ ഹോ ആറാം സെ കാത്തെ ഹോ. എത്ര സ്വസ്ഥമായിട്ടാ നമ്മൾ ഉറങ്ങുന്നത്, എത്ര സ്വസ്ഥമായിട്ടാ നമ്മൾ ആഹാരപാനീയങ്ങൾ എടുക്കുന്നത്. ആറാം സെ രഹന കാന സോന ഓർ പഠന. ആറാം സ്വസ്ഥമായിട്ട് കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, പഠിക്കുക. ഓർ കുച്ച് ചായയൊക്കെ എന്ത് വേണം, ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കൊണ്ടുപോകണം നമ്മൾ പറയാം. അപ്പൊ ഉള്ള വരയ്ക്കും നമുക്ക് ഇതൊക്കെ പോരെ. നമുക്ക് സ്വയത്തിൽ തൃപ്തരായി ജീവിക്കൂ. സ്വയത്തിന്റെ പാട്ടിൽ സ്വയം സംതൃപ്തരാകൂ. ഇനിയും ഇനിയും അസ്വസ്ഥരാകുകയാണ് എങ്കിൽ ഇത്ര ജ്ഞാനം കേട്ടിട്ട് എന്ത് പ്രയോജനം? ഇനി അസ്വസ്ഥരാകുകയാണെങ്കിൽ ഇത്ര വയസ്സായിട്ട് ഇത്ര പ്രായമായിട്ട് എന്ത് പ്രയോജനം? വിടൂ, എല്ലാം വിടൂ. ആത്മാവ് ഞാൻ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോണം. എന്നിലൂടെ എല്ലാവർക്കും ശാന്തി സുഖം കിട്ടണം. ഞാൻ ആരെയും അശാന്തര അസ്വസ്ഥര ആക്കരുത്. ഈ വാക്ക് ബാബെന്ന വാക്കിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ. ഇതിലൊക്കെ പോണം നമ്മളിനി. ശരി. और कुछ चाहिए क्या? പഠനാ भी ठीक है ना? ठीक है या അമൃതവേള സോ ജാത്തെ? ബാബ ചോദിക്കുകയാണ്. മുരളി കേൾക്കുമ്പോ ശരിക്കും കേൾക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അമൃതവേള ഉറങ്ങുന്നുണ്ടോ? ऐसा कई बच्चे करते हैं, कहेंगे सारी रात जाग रहे. പല കുട്ടികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ത് പറയും? രാത്രി ഒന്നും ഞാന് ഉറങ്ങിയില്ല, രാത്രിയൊക്കെ ഉണർന്നിരിക്കുകയായിരുന്നു. സുബഹോ നീന്താകൈ. നേരം വെളുത്തപ്പോ ഉറക്കം അങ്ങ് വന്നു. യാ ഏക് സേവ കറേങ്കെ ത അമൃതവേളയ്ക്ക് ചോട് ദേങ്കെ. സേവ ചെയ്ത അമൃതവേള വിട്ടു. അങ്ങനെയാണോ? ജമാ ക്യാ ഹുവാ? അപ്പൊ പിന്നെ എന്താ നിക്ഷേപിച്ചത്? എന്താ പിന്നെ ബാലൻസ് എന്തായി? ഒരു സേവ ചെയ്തു, നിക്ഷേപിച്ചു, അമൃതവേള വിട്ടു, അത് മൈനസ് ആയി. പിന്നെ എന്ത് ചെയ്തു നമ്മള്? എക്സ്ട്രാ ജമാ തോ ഹുവാ നഹി. എക്സ്ട്രാ ഒന്നും ശേഖരിച്ചില്ല. ഏക് തരഫ് സേവാക്കി, ദൂസരെ തരഫ് അമൃതവേള മിസ് കിയ. ഒരു ഭാഗത്ത് സേവ ചെയ്തു, ഇനൊരു ഭാഗത്ത് അമൃതവേള മുടങ്ങി. ക്യാ ഹുവാ? അപ്പൊ എന്താ സംഭവിച്ചത് അവിടെ? ലേക്കിൻ നേമി നാദ് മുആഫി കേസ് ചുട്ടുക കാത്തെ ബി നഹി ബൈഠന. ഇരിക്കണല്ലോ. ബാബ മുരളി ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞു ഉറക്കം തൂങ്ങി ഇരിക്കരുത്. രാവിലെ വീഡിയോ നോക്കണം എത്ര പേര് ഉറങ്ങുന്നുണ്ട് അമൃതവേളയിൽ. ഗൂഗിൾ മീറ്റിൽ വെച്ച് എല്ലാവരുടെയും വീഡിയോ ഓൺ ചെയ്യാൻ പറയണം. അപ്പൊ അറിയാം. എന്നിട്ട് വിളിച്ചു പറയാം ആരാ ഉറങ്ങുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര് അങ്ങ് വിളിക്കും. അപ്പൊ കേട്ടാൽ ശരിയില്ല, ഉറങ്ങണവർക്ക് കേൾക്കുവോ? ഇതിനൊന്നും നമ്മൾ പരിശോധിക്കുകയോ ആരെങ്കിലും ചെക്ക് ചെയ്തോ ഗൂഗിൾ മീറ്റ് വെച്ച് വീഡിയോ ഇതൊന്നും അല്ല വേണ്ടത്. അവരവര് സത്യസന്ധമായിട്ടിരിക്കുക. അവരവരുടെ തന്നെ അവരവര് സത്യസന്ധമായിട്ടിരുന്നാ മതി. നമുക്ക് വിജയമാണ്. ഓക്കെ. അപ്പൊ പറയുന്നത് വഹ ടി വി ബഹൂത്ത് അച്ചി ലക്തിയ. അമൃതവേള എല്ലാരും ഇരുന്ന് യോഗ ചെയ്ത് ടി വി സൂപ്പർ എന്നാ പറയുന്നത്, വളരെ നല്ലതാണെന്നാ പറയുന്നത്. जैसे है योग के आसन करते हैं ना, अनेक प्रकार के पोस बदलते रहते हैं. യോഗാസനം ചെയ്യുന്നവര് പല പോസ് അല്ലേ ശരീരത്തിന്റെ ഇടുന്നത്. तो यहाँ भी ऐसे हो जाती. ഇവിടെ അങ്ങനെയാണ്. सोचते हैं सहज योग है ना, इसलिए आराम से बैठे हैं. സഹജയോഗ അല്ലേ. പിന്നെ എന്താ? സുഖാസനത്തിലിരിക്കാന്നും പറഞ്ഞങ്ങ് സുഖാസനത്തിലിരിക്കുകയാണ്. കയ്യോ की तो ട്യൂൺ भी बाप दादा के पास सुनने में आते. ചിലർക്കൊക്കെ ഈ ട്യൂൺ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ട്യൂൺ എന്ന് വെച്ചാൽ എന്താ? കൂർക്കം വലിക്കുന്ന ശബ്ദം ബാബയുടെ അടുത്ത് വരെ എത്തുന്നുണ്ട് അത്ര അമൃതവേളയില്. ബാബ് ദാദയ്ക്ക് പാസ് വഹബി കാസറ്റ്. ബാബ പറയുന്ന അതിന്റെ കാസറ്റ് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ചില ആ കാസറ്റ് ഇതൊക്കെ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആകുന്നതാണ്. അവിടെ ഉണ്ടത്. तो अब डबल अंडरलाइन करेंगे ना. ഇനിയിപ്പോ തീവ്ര പുരുഷാർത്ഥത്തിന് ഡബിൾ അണ്ടർലൈൻ ചെയ്യില്ലേ? फिर बाप दादा सुनाएंगे कि റിസൾട്ട് മേ കിतना അന്തർ പടായെ. പിന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം റിസൾട്ടിൽ എത്ര വ്യത്യാസം വന്നു എന്ന്. അവ്യക്ത ബാപ് ദാദാ കി പാർട്ടിയോ സെ മുലാഖാത്ത്. പാർട്ടിയുമായിട്ടുള്ള കൂടിക്കാഴ്ച.
സൈലൻസ് की शक्ति को अच्छी तरह से जानते हो? സൈലൻസിന്റെ ശക്തി നല്ലപോലെ അറിയാമോ? साइलेंस की शक्ति सेकंड में अपने स्वीट होम शांति धाम में पहुंचा देती है. സൈലൻസിന്റെ ശക്തി ഉണ്ടെങ്കിൽ സെക്കൻഡിൽ സ്വീറ്റ് ഹോം ശാന്തി ധാമത്തിൽ സെക്കൻഡിൽ നിങ്ങൾക്ക് എത്തിപ്പറ്റാൻ സാധിക്കും. साइंस वाले और फास्ट गति वाले यंत्र निकालने का प्रयत्न कर रहे हैं. സയൻസുകാര് ഇനിയും സ്പീഡിൽ പോകുന്ന യന്ത്രം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. लेकिन आपका यंत्र कितनी तीव्र गति का है? പക്ഷെ നിങ്ങളുടെ യന്ത്രം എത്ര തീവ്രഗതിയിൽ ഉള്ളതാണ്? സോച്ചാ ഓർ പഹുഞ്ചാ. മനസ്സിലായില്ലേ? നമ്മള് പരംധാമം എന്ന് വിചാരിച്ച ഉടനെ തന്നെ പരംധാമത്തിൽ നമ്മള് എത്തി. മനസ്സിലായില്ലേ? ऐसा यंत्र साइंस में है जो इतना दूर बिना खर्चा के पहुंच जाए. ചെലവില്ലാതെ ഇത്രയും ദൂരം എത്തിപ്പറ്റുന്ന, ഇത്രയും വേഗത്തിൽ എത്തിപ്പറ്റുന്ന മെഷീൻ സയൻസിനുണ്ടോ? वो तो एक एक यंत्र बनाने में कितना खर्चा करते हैं. സയൻസ് ഓരോ യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ എന്ത് ചെലവുകളാ ചെയ്യുന്നത്? कितना समय और कितनी एनर्जी लगाते हैं. എത്ര സമയം, എത്ര എനർജി അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. आपने क्या किया? നിങ്ങൾ എന്താ ചെയ്തത്? बिना खर्चा मिल गया. ചെലവ് ചെയ്യാതെ ലഭിച്ചു. यह संकल्प की शक्ति सबसे फास्ट है. संकल्प शक्तिയാണ് ഏറ്റവും സ്പീഡ്. आपको शुभ संकल्प का यंत्र मिला है. നിങ്ങൾക്ക് ശുഭസങ്കല്പത്തിന്റെ യന്ത്രം ലഭിച്ചു. दिव्य बुद्धि मिली है. ദിവ്യ ബുദ്ധി ലഭിച്ചു. शुद्ध मन और दिव्य बुद्धि से पहुंच जाते हो. ശുദ്ധ മനസ്സോടുകൂടി ദിവ്യ ബുദ്ധിയോടുകൂടി നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എത്താൻ സാധിക്കും നിങ്ങൾക്ക്. വേണ്ടത് എന്താണ്? ശുദ്ധ മനസ്സും ദിവ്യ ബുദ്ധിയും ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും സെക്കൻഡിൽ. ജബ് ചാഹേ തബ് ലൗട്ടാവോ, ജബ് ചാഹേ തബ് ചലേ ജാവോ. ആവശ്യമുള്ളപ്പോ തിരിച്ചു വരൂ, ആവശ്യമുള്ളപ്പം എത്തൂ അവിടെ. സയൻസ് വാലോം കോ തോ മോസം ബി ദേഖ്നി പഡ്തി ഹെ. സയൻസുകാർക്ക് ക്ലൈമറ്റും നോക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി മഴയൊക്കെ അല്ലേ, ഒത്തിരി ഫോഗൊക്കെ ഉണ്ടെങ്കിലേ ഈ ഫ്ലൈറ്റ് ഒന്നും പോകത്തില്ലല്ലോ അല്ലേ. വെള്ളപ്പൊക്കം വന്നാൽ പോകില്ലല്ലോ. അവർക്കൊക്കെ ക്ലൈമറ്റ് കാലാവസ്ഥ നോക്കണം. आपको तो भी नहीं देखना पड़ता है. നിങ്ങൾക്ക് അതും നോക്കണ്ട. ആജ് ബാദൽ ഹേ നഹി ജാ സക്കേഗാ. യോ ഇന്ന് മേഘങ്ങളാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയണോ? ഇല്ല. आजकल देखो बादल तो क्या थोड़ी सी फॉगी भी होती है तो प्लेन नहीं उड़ सकता. കാർമേഘം മാത്രമല്ല, മഞ്ഞുണ്ടെങ്കിലേ പ്ലെയിന് പറക്കില്ല. और आपका विमान एवर रेडी है. നിങ്ങളുടെ വിമാനം എവർ റെഡിയാ? യാ കബി ഫോഗി ആത്തി ഹേ. അതോ ചിലപ്പോ നിങ്ങളുടെ വിമാനത്തിനും മഞ്ഞ് വരുന്നുണ്ടോ? എവർ റെഡി ഹോ? എവർ റെഡിയാണോ? സെക്കൻഡ് മേ ജാ സക്തേ ഹേ. ऐसा तीव्र गति है. സെക്കൻഡിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത്രമാത്രം തീവ്രഗതി ഉണ്ടോ? മായ കബി റുക്കാവട്ട് തോ നഹി ഡാൽത്തി ഹേ. മായ തടസ്സങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. മാസ്റ്റർ സർവശക്തിവാൻ കോ കോയി റോക്ക് നഹി സക്താ. മാസ്റ്റർ സർവശക്തിവാനെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ജഹാ സർവശക്തിയാ ഹേ വഹാ കോൺ റോക്കേഗാ. എവിടെ സർവശക്തികളുണ്ടോ അവിടെ ആര് തടസ്സമിടും? कोई भी शक्ति की कमी होती है तो समय पर धोखा मिल सकती है. ഏതെങ്കിലും ശക്തി കുറവാണെങ്കിൽ സമയം വരുമ്പോൾ നാം ചതിക്കപ്പെടാം. ഏത് ശക്തി ഇല്ലാതെ വരുമ്പോൾ നാം ചതിക്കപ്പെടും. മാനോ സഹൻ ശക്തി ആത്മേ ഹേ. നോക്കൂ, സഹനശക്തി ഉണ്ട് നിങ്ങളില്. ലേക്കിൻ നിർണയ करने की शक्ति कमजोर है. പക്ഷേ നിർണയിക്കാനുള്ള ശക്തി പോരാ എങ്കിൽ जब ऐसी कोई परिस्थिति आएगी. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ, ചില സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിർണയം എടുക്കേണ്ട ചില സിറ്റുവേഷൻസ് വരും നമുക്ക്. ഉസ് സമയ നുക്സാൻ ഹോ ജായേഗ. ആ സമയത്ത് നഷ്ടം. മനസ്സിലായില്ലേ? അതായത് ബാബ പറഞ്ഞത് നിങ്ങളിൽ സഹനശക്തി ഉണ്ട്, പക്ഷെ നിർണയശക്തി ഇല്ല. അപ്പോ നിർണയമെടുക്കേണ്ട സമയത്ത് നിർണയമെടുത്തില്ല എങ്കിൽ എന്താകും? നുക്സാൻ ഹോ ജായേഗ. നഷ്ടം വരും. ഹോത്തി ഏക് ഹി ഗഡി നിർണയ കർണേക്ക്. ഒരു സെക്കൻഡിൽ നിർണയമെടുക്കേണ്ടി വരും. ഹാ യാ നാ. വേണോ വേണ്ടയോ. ലേക്കിൻ ഉസ്കാ പരിണാം കിത്നാ ബടാ ഹോത്താ ഹേ. ആ ഒരു സെക്കൻഡിന്റെ നിർണയത്തിന്റെ റിസൾട്ട് വളരെ വലുതാണ്.
तो सब शक्तियां आपके पास ചെക്ക് करो. എല്ലാ ശക്തികളും ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കൂ. ऐसे नहीं ठीक है चल रहे हैं योग तो लगा रहे हैं. കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ യോഗയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ലേക്കിൻ योग से जो प्राप्तियां है वह सब है. യോഗം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രാപ്തികളെല്ലാം ഉണ്ടോ? യോഗത്തിലൂടെ എന്തെല്ലാം പ്രാപ്തികൾ ഉണ്ട്, അതൊക്കെ നേടിയോ? या थोड़े में खुश हो गए, അതോ ഇച്ചിരി കിട്ടിയപ്പോ തന്നെ ഖുഷിയായോ? ബാപ് तो अपना हो गया, ബാബ ഇനിയിപ്പോ എന്റെ ആയില്ലേ? ബാപ് तो अपना है लेकिन വർഷ भी अपनी है ना. ബാബ നമ്മുടെയാണ്, ശരിയാണ്, ബാബയുടെ ആസ്തി നമ്മുടെയാണല്ലോ. യസ്രഫ് ബാപ് കോ പാലിയ ഓഹി ടീക്ക് ഹെ, ബാബയെ കിട്ടി അത് മതി എന്നാണോ? അങ്ങനെ നിറയെ പേരുടെ 7 ദിവസത്തെ കോഴ്സ് കേട്ടിട്ട് പിന്നെ മൈൻഡേ ഇല്ല. ഞാൻ കേട്ടതാന്ന് പറയും, പക്ഷേ ജ്ഞാനം പുതുപ്പിക്കുന്നുണ്ടോ? യോഗം ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ധാരണയാകുന്നുണ്ടോ? സേവനം ചെയ്യുന്നുണ്ടോ? ശരി. വർഷയ്ക്ക് മാലിക് ബന്നാ ഹേ നാ, ബാബയുടെ ആസ്തിക്ക് യജമാനനാകണമല്ലോ. ബാബ് की प्रॉपर्टी है സർവശക്തിയാ, ബാബയുടെ പ്രോപ്പർട്ടി സർവശക്തികളാണ്. ഇസിലെ ബാബ് की महिमा ही है സർവശക്തിവാൻ ഓൾമൈറ്റി അതോറിറ്റി. ബാബയുടെ മഹിമ സർവശക്തിവാൻ ഓൾമൈറ്റി അതോറിറ്റി എന്നും ഉണ്ട്. സർവശക്തിയോं का സ്റ്റോക്ക് ജമാ ഹേ, നിങ്ങളിൽ സർവശക്തികളുടെ സ്റ്റോക്ക് നിക്ഷേപിച്ചിട്ടുണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? സർവശക്തികൾ ഉണ്ടോ? നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടോ? യാ ഇത്നാ ഹി ഹേ കമായ ഓർ ഖായ, സമ്പാദിച്ചു, കഴിച്ചു, കഴിഞ്ഞു, അങ്ങനെയാണോ? बाप दादा ने सुनाया है कि आगे चलकर आप मास्टर सर्वशक्तिवान के पास सब भिखारी बनाएंगे. ബാബ ഇതും പറഞ്ഞിട്ടുണ്ട്, പോക 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 സർവശക്തിവാനായ നിങ്ങളുടെ മുന്നിൽ അനേകർ യാചകരായിട്ട് വരും. എനിക്കിത്തിരി ശാന്തി തരൂ, എനിക്കിത്തിരി ശക്തി തരൂ, എനിക്കിത്തിരി യോഗദാനം ചെയ്യൂ. നോക്കൂ, പൈസ അനാജ് കെ ഭിഖാരി നഹി, കാശ് വേണം, ഭക്ഷണം വേണം എന്നുള്ള യാചകരല്ല. ശക്തിയോ കെ ഭിഖാരി ആയെങ്കിൽ എനിക്ക് ശക്തി തരൂ എന്ന് യാചിക്കുന്നവർ വരും. तो जब स्टॉक जमा होगा तब तो देंगे ना. നിങ്ങളുടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ, സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. दान वही दे सकता है अपने पास, अपने से ज्यादा है. ആർക്ക് ദാനം കൊടുക്കാൻ പറ്റും? ആർക്ക് ദാനം കൊടുക്കാൻ പറ്റും? തന്റെ ആവശ്യം കഴിഞ്ഞിട്ടാണ് ദാനം കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? തനിക്കും വേണം. നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇല്ലാതെന്നും പറഞ്ഞിരുന്നാ എന്താകും? നമ്മൾ വേറെ ആർക്കെങ്കിലും പോയി കൈ നീട്ടാൻ പറ്റുമോ? ഉണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. എനിക്കും വേണം, എനിക്ക് ഉപയോഗിക്കുന്നതിലും അപ്പുറം ഉണ്ടെങ്കിൽ ദാനം കൊടുക്കാൻ നമുക്ക്. അഗർ ആപ്പിനെ ജിത്നാ ഹി ഹോഗാ ഉത്തോ ദാൻ ക്യാ ദേങ്കെ, എനിക്ക് ചെലവാക്കാനുള്ളതേ എന്റെ കയ്യിലുള്ളൂ എങ്കിൽ ഞാൻ എങ്ങനെ ദാനം കൊടുക്കും? ഞാൻ എന്ത് കൊടുക്കും ദാനം? ഇത്ന ജമാ കറോ, അത്ര നിങ്ങൾ ശേഖരിക്കണം. സംഘം पर और काम ही क्या है, സംഗമത്തിൽ വേറെ എന്ത് പണി എന്ന് പറയേ? ജമാ കർണേ കാ ഹി കാം മിലാ ഹേ, എല്ലാം ശേഖരിക്കേണ്ട പണിയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സാരേ കൽപ്പ മേ ഓർ കൊയ് യുഗ് നഹി ജിസെ ജമാ കർ സക്കേ, മുഴുവൻ കൽപ്പത്തിലും ഏത് യുഗത്തിലും ആത്മാവിന് സമ്പാദിക്കാനോ ആത്മാവിന് ശേഖരിക്കാനോ ഉള്ള സമയം ഇല്ല. फिर तो खर्चा करना पड़ेगा, പിന്നെ ചെലവുകളാണേ. ജമാ നഹി കർ സക്കേഗി, ശേഖരിക്കാൻ പറ്റില്ല. तो जमा के समय अगर जमा नहीं किया तो ശേഖരിക്കേണ്ട സമയത്ത് ശേഖരിച്ചില്ല എങ്കിൽ अंत में क्या कहना पड़ेगा, അവസാനം എന്ത് പറയേണ്ടി വരും? अब नहीं तो कब नहीं, അതുകൊണ്ട് ഇപ്പോൾ ഇല്ല എങ്കിൽ ഒരിക്കലും ഇല്ല. നൗ ഓർ നെവർ. फिर टू लेट का बोर्ड लग जाएगा, പിന്നെ ടു ലേറ്റിന്റെ ബോർഡ് അങ്ങ് ഇട്ടളയും ബാബ. അബി तो लेट का बोर्ड है, टू लेट का नहीं. ഇപ്പൊ ലേറ്റ് ബോർഡേ ഉള്ളൂ, ടു ലേറ്റിന്റെ ബോർഡ് ഇട്ടിട്ടില്ല. സബി മാതാവോനെ ഇतना ജമാ കിയാ ഹെ, അമ്മമാരെ അത്രമാത്രം നിങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ? ശിവശക്തിയാ ഹോ യാ ഘർ കി മാതായേ ഹോ, ശിവശക്തികളാണോ അതോ വീട്ടമ്മയാണോ? ശിവശക്തി കേനേസെ ശക്തിയ യാദാത്തി ഹേ, ശിവശക്തികൾ എന്ന് പറയുമ്പോഴാണ് ശക്തികൾ ഓർമ്മ വരിക. കിൻ മാതാവോं को बाप ने ശിവശക്തി ബനാ ദിയാ ഹേ, ആരെയാണ്, ഏത് അമ്മമാരെയാണ് ബാബ ശിവശക്തിയാക്കിയത്? അഗർ കൊയ് ശക്കൾ ആക്കർ ദേഖേ तो क्या कहेंगे, നിങ്ങളുടെ മുഖം വന്ന് ആരെങ്കിലും കണ്ട എന്ത് പറയണം? ऐसी शक्तियां होती है क्या?
ഒരു ദേവിയാണ് എന്ന് പറയുന്ന ശക്തിയുണ്ട്. കഴിഞ്ഞ ദിവസം പൂവത്തൂരിലെ ആ മാതാജി പറയുമായിരുന്നു, അവര് രാവിലെ എങ്ങാണ്ട് സെന്ററിലേക്കോ എവിടെയോ ഇങ്ങനെ പോയിട്ട് വരുമ്പോ സമയത്ത് അവിടെ ഒരു ഫാമിലി ഉണ്ട്, നമ്മളെ അവിടെ പോയിട്ട് അവരോട് ജ്ഞാനത്തി വരണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് അവർക്ക് നോട്ടീസൊക്കെ കൊടുത്തിട്ട് വന്ന ഒരു വീട്. അവര് മുറ്റത്ത് നിൽക്കുമായിരുന്നു. അവരാ മാതാജിയോട് പറഞ്ഞിരിക്കുന്നു, ആ ഉഷ മാതാജിയോട്, താങ്കളെ കണ്ടപ്പോ എനിക്കൊരു ദേവിയുടെ സാക്ഷാത്കാരം കിട്ടിയെന്ന്, ദേവിയുടെ സാക്ഷാത്കാരം കിട്ടിയെന്ന് അവരെ കണ്ടപ്പോ. അപ്പൊ നോക്കൂ, ബാബ മറ്റുള്ളവരെ ജ്ഞാനത്തിൽ കൊണ്ടുവരാൻ ആ ഉഷമാതാജി തന്നെ ബാബ ബാബ എന്നും പറഞ്ഞ് ബാബയുടെ അത്ര ജീവനാണ്. ക്ലാസ്സിനാണെങ്കിലും സെന്ററിൽ ബുധനാഴ്ച പോയി എല്ലാം വൃത്തിയാക്കുന്നതിനാണെങ്കിലും വ്യാഴാഴ്ച ബോഗുണ്ടാക്കുന്നതിനാണെങ്കിലും അവർക്ക് ബാബ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത കാര്യങ്ങളെല്ലാം. അതിനുള്ള ഗുണം അവർക്കുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രയോജനം. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ഓരോ അമ്മമാർക്ക്, എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഓരോ അമ്മമാർക്കും അനുഭവം ഉണ്ട്. ഈ മാതാജി സിസ്റ്ററോട് ഷെയർ ചെയ്തു, അതുകൊണ്ടാണ് എനിക്കിപ്പോ പറയാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ നോക്കൂ, ബാബ ഓരോ അമ്മമാരെ ശക്തികളാക്കിയിരിക്കുകയാണ്. നിങ്ങൾ സാധാരണ വീട്ടമ്മയല്ല, ശിവശക്തികളാണ്. മനസ്സിലായില്ലേ? ബാപ്നെ ഏസി ശക്തിയാ ഹോത്തി ഹേക്കാ, അങ്ങനെയുള്ള ശക്തികൾ നിങ്ങൾക്കുണ്ടോ? ആരെങ്കിലും നിങ്ങളെ കണ്ടാൽ നിങ്ങളെ ആ ഒരു സാക്ഷാത്കാരം കൊടുക്കുന്ന മൂർത്തിയാണോ? ബാപ്നെ പേച്ചാൻ ലിയാ വഹ ആത്മായ ശക്തിശാലി ഹേ, ബാബ തിരിച്ചറിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും പവർഫുൾ ആണ്. बाप तो आत्माओं को देखता है, ना बुढ़ा देखता, ना जवान देखता, ना बच्चा देखता. ബാബ ആത്മാവിനെയാ കാണുന്നത്. ഇത് വയസ്സനാണ്, വയസ്സിയാണ്, ഇത് ജവാനാണ്, ഇത് കുട്ടിയാണ്, ഇതൊന്നും അല്ല ബാബ നോക്കുന്നത്. ആത്മാ तो बुढ़ी व छोटी है ही नहीं है. ആത്മാവ് വൃദ്ധയും ആകുന്നില്ല, കുഞ്ഞുമാകുന്നില്ല. तो यह खुशी है ना कि हमको बाबा ने शिव शक्ति बना दिया. ബാബ എന്നെ ശിവശക്തിയാക്കി എന്ന ഖുഷിയുണ്ടല്ലോ. ദുനിയാമേ കിത്നി പടി ലിഖി മാതായേ ഹെ, ലോകത്തിൽ എത്ര വിദ്യാഭ്യാസമുള്ള അമ്മമാരുണ്ട്. ലേക്കിൻ ബാപ് കോ ഗാവ് വാലെ ഹി പസന്ദ് ഹെ. ക്യൂ പസന്ദ് ഹെ? ബാബയ്ക്ക് നാട്ടും പുറത്തുള്ളവരെയാ ഇഷ്ടം. എന്തുകൊണ്ടാ ഇഷ്ടം? സച്ചി ദിൽ പർ സാഹേബ് രാജി, അവരുടെ ഹൃദയം സത്യമാണ്. സത്യമായ ഹൃദയമുള്ളവരിൽ ഭഗവാൻ തൃപ്തനാണ്. ബാപ് കോ സച്ചി ദിൽ പ്യാരി ലഗ്തി ഹെ, ബാബയ്ക്ക് സത്യമായ ഹൃദയമാണ് ഇഷ്ടം. ജോ ബോലെ ഹോങ്കെ ഉനെ झूठ കപട്ട് കർണെ നഹി ആയേഗാ, നിഷ്കളങ്കരായവർക്ക് കള്ള കപടം ചെയ്യാൻ അറിയില്ല. ജോ ചാലാക്ക് ചതുർ ഹോത്തെ ഹെ, ആരാണ് ചാലാക്ക് ഓർ ചതുർ, ആരാണ് ഈ കള്ള കപടം ഉള്ളവര്? പിന്നെ ഈ അതിന്റെ ആ ഒരു ഭാഷ എന്താ പറയാ, ചാലാക്ക് ഓർ ചതുർ, അതായത് കള്ള കപടം ഉള്ളവര്. ഉസ്മേസ ബാത്ത്, അവരിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എന്താക്കിയാ ബാബ നേരത്തെ പറഞ്ഞില്ല, ഇവിടുത്തെ അവിടെ പറയാ, അവിടുത്തെ പറയാ, പറഞ്ഞത് തിരിച്ചു മറിച്ചും പറയാ, 10 പേരോട് പറയാ, പലരുടെയും ഒരുമിച്ച് കൂട്ടി ഒരിടത്ത് പറയുക, ചുമ്മാതെ വിഷയം ഉണ്ടാക്കുക. അവര് വെറുതെങ്കിലും ഉണ്ടാക്കും, എന്നിട്ട് അവരാളാകുകയും ചെയ്യും. അങ്ങനെയൊന്നും ആരും ആളാവില്ല. ബാബ പറഞ്ഞില്ലേ, ഇതൊന്നും അല്ല ഞാൻ നോക്കുന്ന, ആത്മാവിൽ എത്ര ബാബയുടെ ഓർമ്മയുണ്ടെന്നാ നോക്കുന്നത്. ഈ വ്യർത്ഥം പറയുന്നവർക്ക് വ്യർത്ഥം എല്ലാം എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ ശേഖരിക്കുകയല്ല ചെയ്യുക. അവരെവിടെ ബാബയെ ഓർമ്മിക്കുക, എന്നിട്ട് അത് ആർക്കൊക്കെ പറയാന്നല്ലേ, അവരുടെ ബുദ്ധിയിൽ മൊത്തവും വ്യർത്ഥമല്ല ഉണ്ടാവുക. എവിടെ ബാബയുടെ ഓർമ്മ ഉണ്ടാകുന്നേ? ശരി, ബാബ പറയാണ്, जो जिसकी दिल बोली है, तो जिसकी दिल बोली है अर्थात दुनिया की मायावी चतुराई से परे है. ആരുടെ മനസ്സാണോ നിഷ്കളങ്കം, ലോകത്തിലെ മായയുടെ ഈ കയ്യാങ്കളിയിൽ നിന്നും ആരാണോ നിഷ്കളങ്കരായിരിക്കുന്നത്, വഹ ബാബ് കോ അതി പ്രിയ, അതെന്നൊക്കെ ഉപരിയായിട്ടിരിക്കുന്നവരാണ് ബാബയ്ക്ക് വളരെ വളരെ പ്രിയം. ബാബ് സച്ചി ദിൽ കോ ദേഖ്താ ഹേ, ബാബ കാണുന്നത് സത്യമായ ഹൃദയത്തെയാണ്. ബാക്കി പഠായിക്കോ ഷക്കൽക്കോ ഗാവുക്കോ പൈസയ്ക്കോ നെഹി ദേഖ്താ. നിങ്ങൾ എത്ര വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ട്, എത്ര പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മുഖം എങ്ങനെയുണ്ട്, നിങ്ങളുടെ നാട് എങ്ങനെയുണ്ട്, നിങ്ങളുടെ എത്ര പൈസയുണ്ട്, ഇതൊന്നും അല്ല ബാബ നോക്കുന്നത്. സച്ചി ദിൽ ചായേ, ബാബയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ മനസ്സിൽ സത്യസന്ധത വേണം. ഞാൻ സത്യസന്ധാണല്ലോ. എന്ത് സത്യസന്ധത? അടയാളം എന്താന്ന് പറയും, ഉള്ളിലൊന്നും പുറത്തൊന്നും പാടില്ല. ഒരാളെ കാണുമ്പോൾ ചിരിച്ചു പറയും, എന്നിട്ട് വേറൊരാൾ ഇയാളെ കുറിച്ച് മോശം പറയും. അതെങ്ങനെ ശരിയാവും പറ. ശരി,
ഇസിലെ ബാബ് കാ നാം ദിൽവാല, സത്യമായ മനസ്സ്. അതുകൊണ്ടാണ് ബാബയുടെ പേരെന്താണ്? ദിൽവാല, മനസ്സിനെ കവർന്നെടുക്കുന്നവൻ എന്ന്. അച്ഛാ, चारों और के श्रेष्ठ लक्ष्य और श्रेष्ठ लक्षण धारण करने वाले, നാനാ ഭാഗത്തുമുള്ള മക്കൾ ശ്രേഷ്ഠ ലക്ഷ്യം ശ്രേഷ്ഠ ലക്ഷണം ധാരണ ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥി ആത്മാക്കൾക്ക് നാനാ ഭാഗത്തും ഉള്ള ശ്രേഷ്ഠ ലക്ഷ്യം അനുസരിച്ച് ശ്രേഷ്ഠ ലക്ഷണം ധാരണ ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥികൾക്ക് സദാ अपने बोल को समय और संयम में रखने वाले, തന്റെ വാക്കുകളെ സമയവും നിയമത്തിനും അകത്ത് വെച്ച് പുറത്ത് വിടുന്ന പുരുഷോത്തമ ആത്മാക്കൾക്ക് സദാ महावीर बन माया के सर्व रूपों को जानने वाले, സദാ മഹാവീരനായി മായയുടെ സർവരൂപത്തെയും അറിയുന്ന നോളജ്ഫുൾ ആത്മാക്കൾക്ക് സദാ ഹർ സെക്കൻഡ് മോജ് മേ രഹനെ വാലെ, സദാ ഓരോ സെക്കൻഡും ആനന്ദത്തിലിരിക്കുന്ന ബേഫിക്ര ബാദ്ഷാവോങ്കോ, ചിന്തയില്ലാത്ത ചക്രവർത്തിമാർക്ക് ബാബ് ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ, ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം ദൃഢനിശ്ചയ ദ്വാര ഫസ്റ്റ് ഡിവിഷൻ കെ ഭാഗ്യക്കോ, ദൃഢനിശ്ചയത്തിലൂടെ ഫസ്റ്റ് ഡിവിഷന്റെ ഭാഗ്യത്തെ നിശ്ചിന്ത കർണേ വാലെ, നിശ്ചിന്തമാക്കുന്ന മാസ്റ്റർ നോളജ്ഫുൾ ഭവ, മാസ്റ്റർ നോളജ്ഫുൾ ആകൂ. ദൃഢ നിശ്ചയ ഭാഗ്യ കോ നിശ്ചിത് കർ ദേത്താ ഹെ, ദൃഢനിശ്ചയം ഭാഗ്യത്തെ ഉറപ്പിക്കും. ജैसे ब्रह्मा बाप फर्स्ट नंबर में निश्चिंत हो गए, ब्रह्मा बाबा नंबर 1 ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ऐसे हमें फर्स्ट डिविजन में आना ही है, അതേപോലെ എനിക്കോ ഫസ്റ്റ് ഡിവിഷനിൽ വരിക തന്നെ വേണം. യഹ ദൃഢനിശ്ചയോ, എന്നതിൽ ദൃഢനിശ്ചയമുണ്ടായിരിക്കണം. എനിക്ക് കിട്ടുന്നത് കിട്ടട്ടെ, ഇത്രയൊക്കെ മതി. നോ, അതിനാണോ ബാബയുടെ കുട്ടിയായേ? ബാബ പറയുന്നത് എന്താണ്? എനിക്ക് ഫസ്റ്റ് ഡിവിഷനിൽ വരണം എന്ന നിശ്ചയം വേണം, ദൃഢനിശ്ചയം വെക്കൂ. ഡ്രാമ ഹർ ഏക് ബച്ചേക്കോ ഗോൾഡൻ ചാൻസ് ഹേ, ഡ്രാമയില് ഓരോ ബാബയുടെ മക്കൾക്കും ഗോൾഡൻ ചാൻസ് ആണ്. എന്തിന്? ഫസ്റ്റ് ഡിവിഷനിൽ വരിക എന്നത്. സിറഫ് അഭ്യാസ് പർ അറ്റൻഷൻ ഹോ, അഭ്യാസത്തിൽ ശ്രദ്ധ വെക്കുക. തോ നമ്പർ ആകെ ലേ സക്തേ ഹെ, അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. इसलिए मास्टर नॉलेजफुल बन हर कर्म करते चलो, അതിനാൽ മാസ്റ്റർ നോളജ്ഫുൾ ആയി ഓരോ കർമ്മവും ചെയ്തുകൊണ്ടേ പോകും. സാത്ത് കെ അനുഭവ കോ ബഡാവോ, ബാബ കൂടെയുണ്ട് എന്ന അനുഭവം വർദ്ധിപ്പിക്കൂ. तो सब सहज हो जाएगा, അപ്പൊ എല്ലാം സഹജമാകും. जिनके साथ स्वयं സർവശക്തിവാൻ ബാപ്പ് ഹേ, ആരുടെ കൂടെയാണോ സ്വയം സർവശക്തിവാനായ ബാബയുള്ളത്, ഉസ്കെ ആകെ മായ പേപ്പർ ടൈഗർ ഹേ, അവരുടെ മുന്നിൽ മായ കടലാസു പുലിയാണ്. സ്ലോഗൻ സ്വയം കോ ഹീറോ പാട്ടുധാരി സമജ് ബേഹദ് നാടക് മേ ഹീറോ പാട്ട് ബജാത്തെ രഹോ, സ്വയം ഹീറോ പാട്ടുധാരിയാണെന്ന് മനസ്സിലാക്കി പരിധിയില്ലാത്ത ഡ്രാമയിൽ ഹീറോ പാട്ട് അഭിനയിക്കൂ. സ്വമാനം ഞാൻ, ആത്മാവ് മാസ്റ്റർ നോളജ്ഫുൾ ആണ്. നാളെ രാജയോഗ ഭവനത്തിന്റെ പ്ലിന്ത് കോൺക്രീറ്റ് എന്ന് പറയും. അതായത് ഫൗണ്ടേഷൻ ഇടുമ്പോഴേ ഈ റൂം തിരിക്കുന്ന തറയെന്ന് കുറച്ച് മുകളിലേക്ക് നമ്മുടെ ആ ഒരു ബിൽഡിംഗ് വരുമ്പം അതിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്യും. അതിന്റെ ആ കെട്ടിടക്കാരുടെ ഭാഷയാണ് പ്ലിന്ത് കോൺക്രീറ്റ് എന്ന്. അത് ചെയ്യുന്നുണ്ട്. ചിലര് ബെൽറ്റ് വാർക്കാന്നും പറയും. അത് മുകളിൽ വാർക്കുന്നതാണ് ബെൽറ്റ് വാർക്കുന്നത്, താഴെ പ്ലിന്ത് ആണെന്ന്, പ്ലിന്ത് കോൺക്രീറ്റ് എന്നാ പറയുന്നത്. അതിന്റെ കാര്യമാണ്. അപ്പോ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വരിക, അവിടെ നിന്ന് ശുഭഭാവന കൊടുക്കണം. അന്ന് പണിക്കാർക്കെല്ലാം നമ്മള്
ബ്രഹ്മഭോജനം കൊടുക്കുന്നുണ്ട്. പറഞ്ഞു സിസ്റ്ററെ പുറത്ത് അറേഞ്ച് ചെയ്യാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ബാബയുടെ വീട്ടില് ബാബയ്ക്ക് ഭോഗ് വെച്ചിട്ട് നമുക്ക് അവർക്കെല്ലാവർക്കും ബാബയുടെ ഭക്ഷണം കൊടുക്കാം. അതെത്ര ബ്രഹ്മഭോജനത്തിന്റെ മഹിമ നമുക്കറിയാലോ. 33 കോടി ദേവന്മാരും വന്നിരിക്കാന്ന് പറഞ്ഞത്. ബ്രഹ്മഭോജനം ദുഃഖഭഞ്ജനമാണ്. ദുഃഖമൊക്കെ മാറിക്കിട്ടും, ആത്മാന് ശക്തി കിട്ടും. അപ്പൊ ബാബയുടെ വീട്ടിൽ നിന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ രാവിലെ കാപ്പിയുണ്ട്, ഉച്ചയ്ക്കോ ബ്രഹ്മഭോജനമുണ്ട്. ബാബയുടെ മക്കൾ ആരൊക്കെ വരുന്നോ അവരെ ഒന്ന് അറിയിക്കുക. കാരണം അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കണമല്ലോ, അല്ലേ? ബാബയുടെ മക്കളെല്ലാം വിവേകശാലികളാണ്, ത്രികാലദർശികളാണ്, എല്ലാം അറിയാം. അപ്പൊ അറിയിക്കുമല്ലോ, അറിയിക്കണം, വരണം. അവിടെ വന്നിട്ട് എല്ലാവരുടെയും ശുഭഭാവനയും ബ്രാഹ്മണ ആത്മാക്കളുടെ കാൽപാദവും അവിടെ പതിയണം. ബാബയുടെ കാര്യം വിജയകരമായി നടക്കുക തന്നെ ചെയ്യും. പക്ഷേ ബാബ പരിവാരം, മുതിർന്നവര്, കാരണവന്മാരർത്ഥം ബ്രാഹ്മണ പരിവാരത്തിലെ മുതിർന്നവര്, ദാദാമാര്, ദാദിമാരെല്ലാവരുടെയും ആശീർവാദത്തോടുകൂടി ബാബയുടെ കാര്യം സഹജമായി സഫലമാണ്, സഹജമായി ആകും. അതുകൊണ്ട് വിവേകശാലികളായ ബാബയുടെ മക്കളെ അറിയിക്കുക, എത്തുക. അവിടെ അറിയിച്ച അപ്പം ചോദിക്കും വീട്ടിലുള്ളവരെയും കൊണ്ട് ധാരാളമായിട്ട് കൊണ്ടുവരാം, ആര് വേണേലും വന്നോളൂ, പക്ഷെ അറിയിച്ചാൽ മാത്രം മതി. എന്നറിയിക്കും? രാവിലെ എല്ലാം അറിയിക്കേണ്ടത് ഞായറാഴ്ച അറിയിക്കണം. ഞായറാഴ്ച അല്ലേ ഇന്ന് തന്നെ അറിയിക്കണം. എപ്പോ അറിയിക്കും? രാത്രിക്ക് മുമ്പ് അറിയിക്കുക. എന്ന് വെച്ചാല് വൈകുന്നേരം സന്ധ്യായോഗത്തിലിരിക്കുന്നതിന് മുൻപ് അറിയിക്കുക. 7 മണിക്ക് മുമ്പ് അറിയിക്കുക. അറിയിച്ചാൽ വളരെ വളരെ ഉപകാരമായിരിക്കും. ഓരോ കാര്യത്തിനും ബാബയുടെ മക്കൾ സഹയോഗം തരുന്നുണ്ട്. സഹയോഗത്തിന് നന്ദി, നന്ദി, നന്ദി. ഓം ശാന്തി.